അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നാം നിലകൊള്ളുന്നത് പരിശുദ്ധ റമളാൻ മാസത്തിലാണ്. ഈ റമളാൻ മാസവും ഖുർആനും തമ്മിൽ വലിയ ബന്ധമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ പേരെടുത്ത് പറഞ്ഞ ഒരു മാസമേ ഉള്ളൂ. അത് പരിശുദ്ധ റമളാൻ മാസമാണ്. എന്താണ് ഈ പരിശുദ്ധ റമളാൻ മാസത്തിന് മാത്രം ഇത്ര പ്രത്യേകതയുള്ളത്? അത് പറയാം. അല്ലാഹു തആല ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠത ഏതൊരു സൃഷ്ടിക്ക് നൽകിയോ അതെല്ലാം പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യരായാലും വസ്തുക്കളായാലും അതിനെല്ലാം അല്ലാഹു തആല വലിയ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തല്ലാഹു ഉത്കൃഷ്ട പദവി നൽകി സൃഷ്ടിച്ച എല്ലാവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണല്ലോ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടു എന്ന കാരണത്താൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉന്നതമായ പദവി നൽകി ആദരിച്ചു. മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണല്ലോ. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചു എന്ന കാരണത്താൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഉന്നതമായ പദവി നൽകി ആദരിച്ചു. ഇനി ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ പർവ്വതമാണ് ആദ്യമായി ഖുർആൻ ഇറങ്ങിയ ജബലുന്നൂർ. ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോഴാണല്ലോ ഇറങ്ങിയത്. അതുകൊണ്ട് ആ പർവ്വതത്തിനും അല്ലാഹു തആല സ്ഥാനം നൽകിയിട്ടുണ്ട്. ഇനി മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യർ ആരാണ്? അത് ഖുർആനുമായി കൂടുതൽ ബന്ധമുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യുകയും ഖുർആനുമായി ബന്ധപ്പെട്ട ഇൽമുകളുമായി ജീവിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നവർ, ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർ മാത്രമല്ല, ഖുർആൻ ഏതെല്ലാം നിലയിൽ ഖുർആനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നോ അവരെല്ലാവർക്കും അല്ലാഹു തആല ശ്രേഷ്ഠത നൽകുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ മറ്റു മനുഷ്യരെക്കാൾ ഖുർആൻ എപ്പോഴും ഓതുകയും അത് കാണാതെ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് ശ്രേഷ്ഠത കൂടുതൽ. ഒരു ചെറിയ കുട്ടിയാണ് മുസാഹിഫ് കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നതെങ്കിലും നാം ആ കുട്ടിയെ കാണുമ്പോൾ എഴുന്നേൽക്കണം. കാരണം അവൻ്റെ കയ്യിലുള്ളത് പരിശുദ്ധ ഖുർആനാണ്. ഇങ്ങനെ എല്ലാ നിലയിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ മുറുകെ പിടിച്ച് നാം ജീവിച്ചാൽ നമുക്ക് വിജയം ഉറപ്പാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ആ ഖുർആൻ ഓതുന്ന അതുമായി ബന്ധം സ്ഥാപിക്കുന്ന ആൾ യഥാർത്ഥ വിശ്വാസിയായിരിക്കണം. യഥാർത്ഥ വിശ്വാസി എന്ന് പറയുമ്പോൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അള്ളാഹുവിലും ഉറച്ചു വിശ്വസിക്കുക. അവരുണ്ടെന്നോ അള്ളാഹു രക്ഷിതാവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലാണെന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ. അവരുടെ എല്ലാ സിഫത്തുകളും വിശ്വസിക്കണം. ചുരുക്കി പറഞ്ഞാൽ
ബിദ്അഈ ചിന്തകളുമായി ജീവിക്കുന്നവർ ഈമാൻ പൂർണ്ണമാകാത്തവരാണ്. നമ്മൾ ഇന്ന് ബിദ്അത്തുകാർ എന്ന് പറയപ്പെടുന്ന മറ്റ് വിഭാഗങ്ങൾ അങ്ങനെ ഒരു ബിദ്അത്തുകാരനായി മാറിപ്പോയാൽ ഖുർആൻ ഓതിയത് കൊണ്ടോ അതുമായി ബന്ധം സ്ഥാപിച്ചത് കൊണ്ടോ യാതൊരു ഫലവുമില്ല. കാരണം അങ്ങനെയുള്ള അള്ളാഹുവിനെയും റസൂലിനെയും നിസാരപ്പെടുത്തുന്ന മഹാന്മാരെ നിസാരപ്പെടുത്തുന്നവരുടെ ഇബാദത്ത് അള്ളാഹുവിന് ആവശ്യമില്ല, അത് സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മറ്റ് പണ്ഡിതന്മാർ എല്ലാവരും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാം യഥാർത്ഥ വിശ്വാസിയാകണം. അതാണ് ഒന്നാമത് വേണ്ടത്. അത് കഴിഞ്ഞേ ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്ക് സ്ഥാനമുള്ളൂ. അതുപോലെ തന്നെ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. ഖുർആനിൽ പറഞ്ഞതൊക്കെ നാം കൈക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണോ ഒഴിവാക്കാൻ പറഞ്ഞത് അത് ഒഴിവാക്കുകയും ഏതെല്ലാം കാര്യങ്ങളാണോ മുറുകെ പിടിക്കാൻ പറഞ്ഞത് അതെല്ലാം മുറുകെ പിടിച്ച് ജീവിക്കണം. അങ്ങനെ ഖുർആനുമായി കൂടുതൽ നാം ബന്ധം സ്ഥാപിച്ചാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാകും. ആത്മീയമായി നമുക്ക് ഉന്നതമായ പദവികൾ ലഭിക്കും. അതുപോലെ മറ്റ് ഹൃദയത്തിൻ്റെ മോശത്തരങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു തആല നമ്മെ നന്നാക്കി തരും. അത്തരം കൂട്ടരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ അവസരം ഞാൻ ദുആ ചെയ്യുവാൻ വിനിയോഗിക്കുകയാണ്. ബഹുമാനികളെ, അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമളാൻ മാസം നാം കൂടുതൽ ഖുർആനുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുകയാണ്. ഇനിയും ധാരാളം ഖുർആനെ സംബന്ധിച്ച് പറയുവാനുണ്ട്. അതുപോലെ നമുക്ക് രോഗത്തിനുള്ള ഉത്തമമായൊരു മരുന്നാണ് പരിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളത്. പൈശാചിക ബാധകൾ, സിഹറുകൾ, മറ്റു കാര്യങ്ങൾക്കെല്ലാം ഖുർആൻ ഉത്തമമായ മരുന്നാണ്. പൈശാചിക ശർറുള്ള വീടുകളിൽ സൂറത്തുൽ ബഖറ നിത്യമായി ഓതിയാൽ അവിടെ നിന്നും ശൈത്താൻ്റെ ശല്യം ഒഴിവാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മനുഷ്യൻ 1,00,000 ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഖബറിൽ അത് വലിയ മുതൽക്കൂട്ടാണ്. അല്ലാഹു തആല ഖബർ ശിക്ഷയിൽ നിന്നും അവനെ മോചിപ്പിക്കുമെന്ന് നാം പഠിച്ചിട്ടുണ്ട്. തുടങ്ങി ഓരോ പ്രശ്നങ്ങൾക്കും നീറുന്ന 100 പ്രശ്നങ്ങൾക്ക് എല്ലാം ഖുർആനിൽ പരിഹാരമുണ്ട്. സമയദൈർഘ്യം ഭയന്നുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും ഈ പരിശുദ്ധ റമളാനിൽ എനിക്കും കുടുംബത്തിനും വേണ്ടിയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ പറയാം എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.